ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നു, യേശുവിനെ യഹൂദന്മാർ ഒന്നടങ്കം പരിഹസിക്കുകയാണ്. യഹൂദന്മാരുടെ രാജാവ് എന്ന ടേം ഉപയോഗിച്ച് തന്നെ എന്ത് ചെയ്യാണ്, യേശുവിനെ അവര് പരിഹസിക്കുകയാണ്. തുടർന്നുള്ള വാക്യങ്ങളെല്ലാം അതിന്റെ ഒരു ആവർത്തനം നമുക്ക് കാണാൻ കഴിയും. അവൻ സ്വന്തത്തിലേക്ക് പോകുന്നു, പക്ഷെ സ്വന്തക്കാർ അവനെ കൈക്കൊണ്ടില്ല. വസ്തുവിൽ ആ ഒരു പദം നിൽക്കുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു വസ്തുത, യേശു അപ്പൊ എന്തിനു ഭൗമണ്ഡലത്തിൽ ഇറങ്ങി വന്നുള്ള പ്രവചന സത്യമാണ്. സർവ്വ ലോകത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷവുമായിട്ടാണ് അവൻ ഇറങ്ങി വന്നത്. ഹല്ലേലൂയ. ചേർന്ന് ഒരിക്കലും നാം ശക്തിയോടെ ശ്രദ്ധിച്ചാണ്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ അതിന്റെ 19 മുതൽ 19-ാം അധ്യായത്തിന്റെ 15 മുതൽ 22 വരെയുള്ള വാക്യം നമുക്ക് വായിക്കാം. 19-ാം അധ്യായത്തിന്റെ 15 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. 19-ാം അധ്യായത്തിന്റെ 19-ാം അധ്യായത്തിന് 15 മുതൽ 22 വരെയുള്ള വാക്യം. അവരോ കൊന്നുകളക, അവനെ ക്രൂശിക്ക എന്ന് നിലവിളിച്ചു. ഈ നിലവിളി ഉയർന്നതിന്റെ പിന്നിൽ, ഇതാ നിങ്ങളുടെ രാജാവ്, അവനെ ഞാൻ വിട്ടുതരികയാണ്. എന്ത് ചെയ്യണം ഇവനെ പറ്റി? പെസഹയുടെ ദിവസം, ആ ദിവസം മുഴുവനെ വിട്ടുതരുവാൻ വ്യവസ്ഥയുണ്ട്. നിങ്ങളുടെ രാജാവല്ലേ, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചവനല്ലേ. അവരെന്ത് നിലവിളിച്ചു? അവനെ ക്രൂശിക്ക, അവനെ കൊന്നുകളയുക എന്ന് അവർ ഉറക്കെ നിലവിളിച്ചു. പീലാത്തോസ് നിങ്ങളുടെ രാജാവിനെ ഞാൻ ക്രൂശിക്കണോ എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. അതിന് മഹാപുരോഹിതന്മാർ, ഇതുവരെ ജനത്തെ ഇളക്കിക്കൊണ്ടിരുന്ന വ്യക്തികൾ നേരിട്ട് കളത്തിൽ ഇറങ്ങി വരികയാണ്. ഞങ്ങൾക്ക് രാജാവ് ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് ആരാണ്? കൈസരാണ്. കൈസരല്ലാതെ മറ്റൊരു രാജാവ് ഞങ്ങൾക്കില്ല. സർവശക്തനായ ദൈവത്തിന്റെ അധികാരത്തെ പോലും വെല്ലുവിളിക്കുന്ന ഒരു പദമാണ് ആരിൽ നിന്ന് ഉളവായത്? മഹാപുരോഹിതന്മാരിൽ നിന്ന് ഉളവായത്. സ്തോത്രം. ഹല്ലേലൂയ. ജനത്തെ വഴിതെറ്റിച്ചുകൊണ്ടിരുന്ന, ജനത്തെ തെറ്റായ ദിശയിലൂടെ ചലിപ്പിച്ചുകൊണ്ടിരുന്ന ഇവരുടെ പ്രവൃത്തി കണ്ട് കാലങ്ങൾക്ക് മുമ്പേ പ്രവചന പുസ്തകത്തിൽ എഴുതി, ഹല്ലേലൂയ, ഞാൻ ആക്കി വെച്ച ഇടയന്മാർ എന്റെ ജനത്തെ തെറ്റിച്ചു കളഞ്ഞു. എന്റെ ആടുകളെ അവർ തെറ്റായ വഴിയിലൂടെ നടത്തി. അവരുടെ മാംസവും രക്തവും മാത്രമായിരുന്നു ആ ഇടയന്മാരുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ആടുകൾ ഇടയനായി ഈ ഭൂമിയിൽ വെളിപ്പെടാൻ പോവുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആ വെളിപ്പാട് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ഞാൻ ആടുകളുടെ വാതിലാകുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു, ഞാൻ എന്റെ ആടുകളെ പേർചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുവരും. അവയെ നല്ല അവസ്ഥയിലൂടെ ഞാൻ നയിക്കുക തന്നെ ചെയ്യും. ഞാൻ അവർക്ക് വേണ്ടി എന്റെ ജീവനെ കൊടുക്കും. യേശു പറയാണ്, ഞാൻ അവർക്ക് വേണ്ടി, എന്റെ ആടുകൾക്ക് വേണ്ടി എന്റെ ജീവനെ ഞാൻ കൊടുക്കും. കൊടിയ ചങ്ങ വെളിപ്പെടുന്ന നാൾ വരുന്നു, ഞാൻ എന്റെ ജീവനെ ഹല്ലേലൂയ കൊടുക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. എന്നാൽ കള്ളൻ വരുന്നത്, ഇടയന്റെ വേഷം കെട്ടി കള്ളൻ വരുന്നത്, ഹല്ലേലൂയ, എന്തിനാണെന്നറിയോ? അറക്കാനും മുടിപ്പാനും തകർക്കാനുമാണ്. എവിടെ ഇരിക്കുന്നു? യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യം 10-ന്റെ എഴുതിയിരിക്കുകയാണ്, ഞാൻ വന്നത് സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുക. ഈ സമൃദ്ധിയുടെ ജീവൻ എനിക്കും നിങ്ങൾക്കും നൽകുന്നതിന് വേണ്ടിയാണ് കാലൂരിൽ അവൻ പെടാപ്പാടുപെട്ടത്. എനിക്ക് വേണ്ടി അവസാനത്തോടെ രക്തം വരെ ഒഴുക്കിയെന്ന് ആര് വിശ്വസിക്കുന്നു അവരിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ സ്ഥിതിക്ക് ഒരു വ്യത്യാസം വരും. ഹല്ലേലൂയ. വായിച്ചാട്ട് അതിന് മഹാപുരോഹിതന്മാർ, ഞങ്ങൾ കൈസറല്ലാതെ മറ്റൊരു രാജാവില്ല എന്നുത്തരം പറഞ്ഞു. അപ്പോൾ അവൻ ക്രൂശിക്കേണ്ടതിന് പീലാത്തോസ് യഹൂദന്മാരുടെ പക്കലേക്ക് ആരെ ഏൽപ്പിച്ചു കൊടുത്തു? യേശുവിനെ ഏൽപ്പിച്ചു. എത്രാമത്തെ വാക്യം വായിച്ചത്? 14. വാക്യം വായിച്ചാണ് 22 വരെ വായിക്കണം. അവർ യേശുവിനെ കൈയേറ്റു. എബ്രായ ഭാഷയിൽ ഗോൽഗോഥ എന്നു പേരുള്ള തലയോടിടം എന്ന സ്ഥലത്തേക്ക് പോയി. അവർ അവനെയും അവനോടുകൂടെ വേറെ 2 ആളുകളെയും ഒരുത്തനെ അപ്പുറത്തും ഒരുത്തനെ ഇപ്പുറത്തും യേശുവിനെ നടുവിലുമായി ക്രൂശിച്ചു.
ഹല്ലേലൂയ. മറ്റ് സുവിശേഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ആ പീഡാനുഭവ കാഴ്ചകളുടെ വലിയൊരു ചിത്രീകരണം അവിടെ കൊടുത്തിട്ടില്ല. പക്ഷേ ആഴത്തിൽ അകത്ത് കൊണ്ടുകയറുന്ന കുറെ വസ്തുതകൾ യോഹന്നാൻ എന്ന സുവിശേഷകൻ ശക്തമായ രീതിയിൽ ചിത്രീകരിച്ചിരിക്കുകയാണ്. കാരണം യോഹന്നാൻ എന്ന സുവിശേഷകൻ യേശുവിന്റെ മാറത്തോട് ചേർന്ന് പറ്റിപ്പിടിച്ചിരുന്ന് അവന്റെ സ്നേഹത്തിന്റെ തുടുപ്പിനെ അറിഞ്ഞ അരുമ ശിഷ്യനാണ്. പീലാത്തോസ് ഒരു മേലെടുത്ത് എഴുതി ക്രൂശിന്റെ മുകളിൽ വധിച്ചു. അതിൽ നസ്രയനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന് എഴുതിയിരുന്നു. എന്താ എഴുതിയിരുന്നത്? നസ്രയനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന മേലെടുത്ത് ക്രൂശിന്റെ മേൽ പീലാത്തോസ് തറപ്പിച്ചു. ഹല്ലേലൂയ. പതിപ്പിച്ചു. ഹല്ലേലൂയ. വായിച്ചാട്ട് യേശുവിനെ ക്രൂശിച്ച സ്ഥലം നഗരത്തിന് സമീപമാകിയാൽ അനേക യഹൂദന്മാർ ഈ മേലെടുത്ത് വായിച്ചു. അത് എബ്രായ, റോമ, യമന ഭാഷകളിൽ എഴുതിയിരുന്നു. അപ്പൊ ഒരു ഭാഷ മാത്രമല്ല എഴുതിയിരുന്നു, എബ്രായ, റോമ, യവന ഭാഷകളിൽ എന്തെഴുതിയിരുന്നു? നസ്രയനായ യേശു യഹൂദന്മാരുടെ രാജാവെന്ന മേലെടുത്ത് എഴുതിയിരുന്നു. അല്ലാതെ 3 അക്ഷരം എഴുതി വെച്ചേക്കുന്നതല്ലായിരുന്നു. ഓക്കെ, ബാക്കി വായിച്ചാട്ടെ. എത്രാമത്തെ വാക്യം ഇപ്പൊ വായിക്കുന്നത്? 20. ഓക്കെ, വായിച്ചാട്ടെ. യഹൂദന്മാരുടെ മഹാപുരോഹിതന്മാർ പീലാത്തോസിനോട് യഹൂദന്മാരുടെ രാജാവെന്നല്ല അവിടെ എഴുതേണ്ടത്, ഞാൻ യഹൂദന്മാരുടെ രാജാവെന്ന് അവൻ പറഞ്ഞു എന്നത്ര എഴുതേണ്ടത്. ഇത് നീ എന്താ എഴുതി തറച്ചു വെച്ചിരിക്കുന്നത്? ഞങ്ങൾക്ക് രാജാവില്ല, ഞങ്ങളുടെ രാജാവ് ആരാ? കൈസരാ. നീ എന്തോ മേൽ കുറിച്ച് വെച്ചിരിക്കുന്നത്? ഇവൻ യഹൂദന്മാരുടെ രാജാവെന്ന് 2-3 ഭാഷയിൽ എഴുതി വെച്ചിരിക്കുക. അങ്ങനെ എഴുതാൻ പറ്റത്തില്ല. പിന്നെ എന്തെഴുതണം? ഞാൻ യഹൂദന്മാരുടെ രാജാവെന്ന് ഇവൻ പറഞ്ഞു എന്ന് അവിടെ എഴുതി വെക്കണം. ശ്രദ്ധിച്ചു കേൾക്കണം. ഹല്ലേലൂയ. അതിന് പീലാത്തോസ് ഞാൻ എഴുതിയത് എഴുതി, നിനക്കൊക്കെ വേണ്ടി ഞാൻ ഇത്രയും വിട്ടുവീഴ്ചകൾ ചെയ്തു, നീതിമാനായവനെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തന്നു, അതിനെന്റെ നെഞ്ചു പിടയുകയാണ്. ഇനി ഞാൻ എഴുതിയതിന് മാറ്റാൻ ഉദ്ദേശമില്ല. സ്തോത്രം. 22. അതിൽ 28 മുതൽ 30 വരെ ഒന്ന് വായിച്ചാട്ടെ. 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. അതിന്റെ ശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവഴുത്ത ഭാഗങ്ങൾ വായിച്ചു നോക്കണേ. ഓക്കെ, തിരുവഴുത്ത് നിവൃത്തിയാകുവാൻ തക്കവണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് അവൻ പറഞ്ഞു. അവിടെ പുളിച്ച വീഞ്ഞ് നിറഞ്ഞൊരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. അവർ ഒരു സ്പോങ് പുളിച്ച വീഞ്ഞ് നിറച്ച് ഈസോപ്പ് തണ്ടിന്റെ മേൽ ആക്കി അവന്റെ വായോട് അടുപ്പിച്ചു. യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായെന്ന് പറഞ്ഞ് തലചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. എന്താ ഈ പുളിച്ച വീഞ്ഞ്? എന്താ പുളിച്ച വീഞ്ഞിന്റെ പ്രസക്തി? വിശുദ്ധ വചനം പഠിക്കുമ്പോൾ ഹല്ലേലൂയ പഴയ നിയമത്തിൽ വ്യക്തമായ ഒരു പരാമർശമുണ്ട്. പുളിച്ചതൊന്നും ഭോജനയാഗവുമായി ബന്ധപ്പെട്ട ഒരു നിയമമാണ്. പുളിച്ചതൊന്നും അവന്റെ പക്കൽ കൊണ്ടുവരരുത്. പുളിച്ച യാതൊന്നും അവന്റെ പക്കൽ സമർപ്പിക്കരുത്. അതിന്റെ ആശയം എന്താ, അതിന്റെ ചിന്തകൾ എന്തെന്നൊന്നും ഇപ്പൊ ഞാൻ കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അതിന്റെ പദാർത്ഥത്തിൽ തന്നെ യഹൂദന്മാർ അത് പാലിച്ചു പോയി. പുളിച്ച വസ്തുക്കളൊന്നും തന്നെ അവരെന്ത് ചെയ്തില്ല, കൊണ്ടുവന്നില്ല. എന്നാൽ ഹല്ലേലൂയ ശക്തമായ രീതിയിൽ യേശുവപ്പയുടെ പ്രവർത്തികൾക്ക് നേരെ വിരൽ ചൂണ്ടിയ, രോഗസൗഖ്യം വിടുതലിന് നേരെ വിരൽ ചൂണ്ടിയ, ശബത്തിനെ ലംഘിച്ച് യേശുവിന് നേരെ വിരൽ ചൂണ്ടിയ, പരീക്ഷ പ്രമാണത്വത്തിന് നേരെ അതിനെ നോക്കിക്കൊണ്ട് ശിഷ്യന്മാരോട് പറയുകയാണ്, പരീക്ഷന്മാരുടെ പുളിച്ച മാവിനെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക. ഹല്ലേലൂയ. പരീക്ഷന്മാരുടെ പുളിച്ച മാവിനെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക. അപ്പൊ പുളിച്ചത് എന്ന പദത്തിന് ഒരുപാട് ആശയങ്ങളുണ്ട്. ഹല്ലേലൂയ. പഴയ നിയമത്തിലെ വ്യക്തമായ ഒരു എഴുത്താണ്. ആ പഴയ നിയമത്തിലെ എഴുത്തുകൾ ആർക്കുള്ളതാണ്? ക്രിസ്ത്യാനിക്കുള്ളതാണ് എന്ന് എനിക്ക് പറയാൻ കഴിയത്തില്ല. ക്രിസ്ത്യാനി പഴയ നിയമത്തെ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ.
യഹൂദന് വേണ്ടി എഴുതപ്പെട്ട നിയമങ്ങളും ഉപകൽപ്പനകളും അവരുടെ ചരിത്രവും ചേർത്ത് എഴുതപ്പെട്ട ആ തോറയിൽ, ആ ഗ്രന്ഥങ്ങളിൽ ഇരിക്കുന്ന വസ്തുതയാണ് പുളിച്ചതൊന്നും ദൈവസന്നിധിയിൽ കൊണ്ടുവരരുത്. ആരെഴുതി കൊടുത്തു? വചനമായ ദൈവം അവർക്ക് കൽപ്പനയായി നൽകി. ആരാ വചനമായ ദൈവം? പിതാവിന്റെ വലത്തുഭാഗത്ത് ആരംഭം മുതലേ ഉണ്ടായിരുന്നവൻ വചനമായ ദൈവം. അവൻ എന്ത് ചെയ്തു? ഹല്ലേലൂയ, വചനത്തെ യഹൂദന് പങ്കുവെച്ചു. ഹല്ലേലൂയ. ആരെഴുതി കൊടുത്തോ? കൊടുത്തവന് തന്നെ ആ പുളിപ്പിന്റെ അനുഭവത്തെ വെച്ചു കൊടുക്കുന്ന യഹൂദ പരീക്ഷ പ്രമാണത്വത്തിന്റെ വസ്തുതയെ അവിടെ വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു പറഞ്ഞു, സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. അവരുടെ മറുപടി, ഞങ്ങൾ നാളിതുവരെയും ആർക്കും ദാസന്മാരായിരുന്നിട്ടില്ല. ഈ ജനത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ തന്നെ കാണാൻ കഴിയുന്നു, വിവിധ വർഗങ്ങളുടെയും ഗോത്രങ്ങളുടെയും ജാതികളുടെയും അടിമകളായി ജീവിച്ച വർഗം. ആ വർഗം യേശുവിനോട് പറയുകയാണ്, ഞങ്ങൾ നാളിതുവരെയും ആർക്കും അടിമകളായിരുന്നിട്ടില്ല. പിന്നെ നീ എങ്ങനെയാ ഞങ്ങളോട് ഈ സ്വാതന്ത്ര്യത്തെ പറ്റി പറയുന്നത്? അത് പറയുന്ന സമയം പോലും റോമൻ ഭരണകൂടത്തിന്റെ അധീനതയിലിരിക്കുന്ന സമൂഹം, റോമൻ ഭരണകൂടത്തിന് മുട്ടുകുത്തി നിൽക്കുന്ന സമൂഹം. എന്നിട്ട് അവർ പറയുന്നതാണ്, ഞങ്ങൾ ആർക്കും അടിമകളായിരുന്നിട്ടില്ല. യേശു പറഞ്ഞു, നിങ്ങൾ പാപത്തിന്റെ അടിമകളത്രേ. നിങ്ങളുടെ പിതാവ് എന്റെ പിതാവ് അല്ല. ഹല്ലേലൂയ. നിങ്ങളുടെ പിതാവിന്റെ പേരാണ് പിശാച്. പിശാച് എന്ന ഹല്ലേലൂയ പിതാവിലാണ് നിങ്ങൾ ചലിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്റെ പിതാവിനെ അറിയത്തില്ല, എന്നെ അറിയത്തില്ല. എന്നെ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്റെ പിതാവിനെയും അറിയുമായിരുന്നു. മനസ്സിലാക്കി കർത്താവിനെ ശ്രദ്ധിച്ചാൽ. അപ്പൊ ആരുടെ നന്മയ്ക്ക് വേണ്ടി തിരുവെഴുത്തുകൾ നൽകിയോ ആ ജനം തന്നെ എന്ത് ചെയ്തു? തിരുവെഴുത്തുകൾ ലംഘിച്ച് അവസാനത്തെ ലംഘനമായ ഹല്ലേലൂയ അല്ലെങ്കിൽ ഹല്ലേലൂയ എന്നേക്കുമായ ഒരു പ്രവൃത്തി പൂർത്തീകരിക്കേണ്ടതിന് വചനമായ ദൈവം കൊടുത്ത നിയമത്തിന്റെയും കൽപ്പനകളുടെയും നടുച്ചുവരനെ മാറ്റുവാൻ തക്കവണ്ണം ആ എന്നേക്കുമായ തീർത്തും മാറ്റി നിങ്ങളെ പുതിയൊരു നിയമത്തിന്റെ അധീനതയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഹല്ലേലൂയ എന്റെ കർത്താവ് വിളിച്ചു പറയുകയാണ്, സകലതും പിതാവേ നിവൃത്തിയായ. ഹല്ലേലൂയ. സ്പോങ്ങിൽ അവന്റെ അതരത്തിൽ പുളിപ്പിന്റെ അനുഭവം വെച്ചു. യേശുവയുടെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്റെ കർത്താവ് ആഗ്രഹിക്കുന്നതാണോ കർത്താവിന് നിങ്ങൾ കൊടുക്കുന്നത്? കർത്താവ് ആഗ്രഹിക്കുന്നതാണോ കർത്താവിന് നിങ്ങൾ കൊടുക്കുന്നത്? പുളിപ്പുമായിട്ടാണോ നിങ്ങൾ നിൽക്കുന്നത്? പുളിച്ചതുമായിട്ടാണോ നിങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുന്നത്? ഇന്റർനെറ്റ് മുഖാന്തരം എന്നെ കേൾക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഞാൻ പറയുന്നു, ഹല്ലേലൂയ, ദൈവസന്നിധിയിലായിരിക്കുന്നു എന്ന് സ്വയം അഭിമാനിക്കുന്ന, ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് സ്വയം അഭിമാനിക്കുന്ന വ്യക്തികളെ നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ പക്കലിരിക്കുന്നത് പുളിപ്പിന്റെ അനുഭവമാണോ? പുളിച്ചതും കൊണ്ടാണോ ദൈവസന്നിധിയിലായിരിക്കുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അകത്തുനിന്നും അങ്ങനെ തന്നെയാ എന്ന് പറയാൻ കഴിയുന്നുവെങ്കിൽ, നല്ലതൊന്നും എന്റെ പക്കലില്ല എന്ന് പറയാൻ കഴിയുന്നുവെങ്കിൽ, ഏറ്റുപറച്ചിലൊരു അനുഭവം ഇന്ന് ഉണ്ടാകുന്നുവെങ്കിൽ, നിന്റെ പുളിപ്പിന്റെ അനുഭവത്തെ, നിന്റെ പാപത്തിന്റെ അനുഭവത്തെ, നിന്റെ തിന്മയുടെ അനുഭവത്തെ അവന്റെ രക്തം മുഖാന്തരം കഴുകി നിന്റെ ഹിമം പോലെ ശുദ്ധീകരിക്കുന്ന ഒരു മഹത്വം, കാൽവരിയിലെ മഹത്വം ഇന്ന് നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. അതിന്റെ 30-ാം വാക്യം ഒന്നുകൂടി എടുത്തു വായിച്ചാട്ടെ. അതിന്റെ 30-ാം വാക്യം വായിച്ചാട്ടെ. യേശു അതിന്റെ 30-ാം വാക്യം, യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായെന്ന് പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. എന്തോ ഈ ഏൽപ്പിച്ചത് നിവൃത്തിയായത്? കൊലോസ്യൻസ് 2-ാം അധ്യായം 14 മുതൽ 16 വരെ വേഗം ഒന്ന് വായിക്കണേ. കൊലോസ്യൻസ് 2-ന്റെ 14 മുതൽ 16 വരെയുള്ള ഭാഗങ്ങൾ. കൊലോസ്യൻസ് 2-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വേഗം. അതിക്രമങ്ങൾ ഒക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധമായ പ്രതികൂലമായ കയ്യെഴുത്തുകൾ മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. എന്തായി ക്രൂശിൽ നടന്നതെന്ന് തിരിച്ചറിയണം. എനിക്ക് വിരോധമായ കൈയെഴുത്തുകളെ,
പ്രമാണങ്ങളെയും ചട്ടങ്ങളെയും ഉപകൽപ്പനകളെയും എനിക്ക് വിരോധമായി നിൽക്കുന്ന എന്തെല്ലാം ഉണ്ടോ, ലോകപ്രകാരമായ സംഗതികളായിക്കോട്ടെ, അല്ലെങ്കിൽ ആത്മമണ്ഡലത്തിൽ ഉയർന്നു വന്ന ചിന്തകളും കാഴ്ചപ്പാടുകളും ആയിക്കോട്ടെ, അത് എന്ത് തന്നെയായാലും അതിനെ എന്റെ ജീവിതത്തിൽ നീ എടുത്തു മാറ്റി പുതിയൊന്ന് എന്റെ ജീവിതത്തിൽ തന്ന കർത്താവിന്റെ പ്രവൃത്തി. ആ വാക്യം കംപ്ലീറ്റ് ആയോ ബ്രദറെ? 14, 15, 16 വായിക്കണം. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം ലഭിച്ചു. ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി കടന്ന് പിടഞ്ഞ് നിലവിളിച്ചില്ലാവായവന്റെ ചരിത്രം മറ്റുള്ളവർ പങ്കുവെക്കുമ്പോൾ അകത്ത് തിരിച്ചറിവുണ്ടാകട്ടെ. ക്രൂശിൽ അവൻ ജയോത്സവം കൊണ്ടാടുകയായിരുന്നു. എന്റെയും നിന്റെയും ജയം കണ്ട് അവന്റെ വേദനകളെ അവൻ കണക്കിലെടുത്തില്ല, അവന്റെ പ്രയാസങ്ങളെ അവൻ കണക്കിലെടുത്തില്ല. അവന്റെ മാംസം അസ്ഥിയിൽ നിന്ന് വേർപെടുമ്പോഴും അത് രക്തം ധാരയായി ഒഴുകുമ്പോഴും എന്റെയും നിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി അവൻ നിശബ്ദനായിരുന്നു. ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി. ആമേൻ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. കർത്താവേ ശക്തിയോട് സ്തുതിച്ചാട്ട്. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. നന്ദി പരിശുദ്ധനേ, നന്ദി കർത്താവേ. ഹല്ലേലൂയ. എന്താണ് ഈ പൂർത്തീകരണം? I have completed the work assigned to me. എന്നിൽ അസൈൻ ചെയ്തിരിക്കുന്ന വർക്ക് എന്താണോ അത് ഞാൻ പൂർത്തിയാക്കി. അതാണ് ഈ പൂർത്തീകരണം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഹല്ലേലൂയ. യോഹന്നാൻ 17:4 വാക്യം എടുത്താണ്. യോഹന്നാൻ 17:4 എടുത്താണ്. യോഹന്നാൻ 17:4. യോഹന്നാന്റെ സുവിശേഷം 17:4 വാക്യം. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. അതാണ് ഈ പൂർത്തീകരണം. എനിക്ക് അങ്ങ് ചെയ്യുവാൻ തന്നിരിക്കുന്ന പ്രവൃത്തി ഞാൻ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. The debt is paid full. ഈ കടം തീർത്തു കഴിഞ്ഞു. എനിക്ക് അസൈൻ ചെയ്ത് തന്നിരിക്കുന്ന പ്രവൃത്തി എന്താണോ ആ പ്രവൃത്തി എന്ത് ചെയ്തു? ഞാൻ പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. യെശയ്യാ 53:5 വേഗം എടുക്കണം. യെശയ്യാ 53:5. ക്രൂശിൽ നടന്നത് എന്താണെന്നൊരു ബോധ്യമാകത്തുണ്ടാകട്ടെ. യെശയ്യാ 53:5 വായിച്ചാട്ട്. യേശുവേ ആരാധന. യെശയ്യാ 53:5 വാക്യം. 53:5. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നടന്ന അനുഭവം പറഞ്ഞത് എന്റെ പാപത്തിന്റെ പരിണിത ഫലം, അല്ലെങ്കിൽ എന്റെ പാപങ്ങളിൽ നിന്ന് എടുത്തു മാറ്റേണ്ടതിന് എന്റെ അകൃത്യങ്ങളെയും പാപങ്ങളെയും ശിക്ഷയും ന്യായവിധിയും എല്ലാം ഒരുവൻ ക്രൂശിൽ എന്നേക്കുമായി ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു. സ്തോത്രം. കർത്താവിന്റെ ശക്തിയോട് സ്തുതിച്ചാട്ടെ. ബാക്കി വായിച്ചാട്ടെ. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേൽ ആയി അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. By his stripes I am healed. അവന്റെ അടിപ്പിണരാൽ ഞാൻ സൗഖ്യമായിരിക്കുന്നു. ഒരു രോഗത്തെ ചൊല്ലി, പ്രശ്നത്തെ ചൊല്ലി ഭാരപ്പെടുന്ന ഒരു വ്യക്തിയാണ് നീ എങ്കിൽ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ വിളിച്ചു പറയുന്നു, സൗഖ്യമാവുന്നല്ല, സൗഖ്യമായിരിക്കുന്നു. ആരതിനെ വിശ്വസിക്കുന്നു അവരുടെ ജീവിതത്തിൽ, അവരുടെ ശരീരത്തിന് മേൽ അസാധാരണമായ ചില പ്രവൃത്തികൾ കാണാൻ പോവുകയാണ്. ലോകത്തിൽ എന്തൊക്കെ വെളിപ്പെട്ട് വന്നാലും അതെന്നെ സ്പർശിക്കത്തില്ല. കാൽവരിയിൽ പൂർത്തീകരിച്ചൊരു ശുശ്രൂഷയിൽ ഞാൻ വിശ്വസിക്കുന്നു. വർഷാവർഷം ഒരാലയത്തിൽ പോയി നിലവിളിച്ച് കരയാനല്ല ആ ഒരു ശുശ്രൂഷ അവൻ പൂർത്തിയാക്കിയത്. ജീവിതത്തിൽ അത് വെളിപ്പെടുത്തുവാൻ ശത്രുവിന്റെ മുന്നിൽ ധൈര്യത്തോടെ നിന്ന് സർവ്വതും പൂർത്തീകരിച്ചവന്റെ ശക്തി എന്നിലിരിക്കുന്നത് കൊണ്ട് ഒരു വാഴ്ചയ്ക്കും അധികാരത്തിനും ഒരു സംഘടനയ്ക്കും സംഘബലങ്ങൾക്കും എന്നെ ഒതുക്കാൻ പറ്റത്തില്ലെന്ന് പറയുവാൻ ദൈവകൃപയുടെ വ്യാപാരം നിങ്ങൾ ഇറങ്ങട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. എന്തായി പൂർത്തീകരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അകത്ത് നിറയണമത്. ഹല്ലേലൂയ. കർത്താവ് കാൽവരി ക്രൂശിൽ കടന്ന് വിളിച്ച വിളി, അപ്പാ സകലതും പൂർത്തിയായപ്പാ. ഇന്നും വ്യക്തതയില്ല എന്തായി പൂർത്തീകരിച്ചെന്നുള്ളത്. ഹല്ലേലൂയ. I have completed the work. എന്ത് വർക്കാ? അസൈൻ ടു മീ. എന്റെ മേൽ അസൈൻ ചെയ്തിരിക്കുന്നു, ഫലമേൽപ്പിക്കപ്പെട്ട വർക്ക്. അതെന്താണോ അത് ഞാൻ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു.
എന്റെ ദൗത്യം തീർന്നു. ഹല്ലേലൂയ. ഒന്ന് കർത്താവിനെ ശക്തിയോടെ സ്തുതിച്ചാട്ട്. ഈ പൂർത്തീകരിച്ചു എന്ന പദം ഉണ്ടായത് ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ്, ടെലിയോ എന്ന പദത്തിൽ നിന്നാണ്. അതിന് മറ്റൊരു പദമുണ്ട്, ടെറ്റലസ്റ്റായ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടുന്ന് ഫിനിഷ്ഡ് വർക്ക് എന്ന പദമുണ്ട്. എന്തോ ഫിനിഷ്ഡ് വർക്ക്? ഇനിയൊന്നും ചെയ്യാനില്ലെന്നല്ല, ഏൽപ്പിച്ച ദൗത്യം ഞാൻ തികച്ചു. എന്താണ്? എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഞാൻ തികച്ചിരിക്കുകയാണ്. ആ തികച്ച പ്രവൃത്തിയാണ് ക്രൂശിൽ നടന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ആ പൂർത്തീകരണ ശുശ്രൂഷയുടെ ശക്തി വ്യാപരിക്കപ്പെടുവാൻ ആരൊക്കെ തയ്യാറാകുന്നു? അതിനുവേണ്ടി ആരൊക്കെ റെഡിയാണോ അവരുടെ ജീവിതത്തിന് ശക്തമായ വിടുതലുകൾ ഉണ്ടാകും. സൗഖ്യത്തിന്റെ കരം ചലിക്കും, വിടുതലിന്റെ കരം ചലിക്കും. യേശുപ്പ കാൽവരിയിൽ ഏറ്റെടുത്തതോർത്ത് കരയുന്ന ജനമേ, നിലവിളിക്കുന്ന ജനമേ, യഥാർത്ഥത്തിൽ അനുഭവം നീ മനസ്സിലാക്കുന്നുവെങ്കിൽ, യഥാർത്ഥത്തിൽ ആ പ്രവൃത്തിയെ പറ്റി ഒരു ബോധ്യം നിന്റെ അകത്തുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിന് രൂപാന്തരം ഉണ്ടാകട്ടെ, ജീവിതത്തിന് ഒരു വ്യത്യാസം ഉണ്ടാകട്ടെ. എന്റെ യേശുവിനെ വിട്ടിനി ഞാൻ മറ്റൊരിടത്തോട്ടില്ല എന്ന് പറയുന്ന തലത്തിലേക്ക് ദൈവത്തിന്റെ ശക്തിയുടെ വ്യാപനം നിന്റെ മേൽ വെളിപ്പെടട്ടെ. നിന്റെ രോഗത്തിന്, ശാപത്തിന്, നിന്റെ പാപത്തിന് മറുപടിയായി ക്രൂശിൽ യാഗമായി തീർന്നവന്റെ ശക്തി, ആ ശക്തിയുടെ വ്യാപനം ഇന്ന് വെളിപ്പെടട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. അരുമനാഥ യേശുവപ്പ, ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന മുഴുവൻ പേര് അപ്പോഴത്തെ തൃപ്പാദങ്ങൾ സമർപ്പിക്കുക. ഇവരുടെ ബന്ധനങ്ങളെ, അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ യേശുവേ മഹോന്നതനെ ഇവരുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റണമെന്ന് അറിയാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം സകലതും തികച്ചവന്റെ ശക്തി, ആ ശക്തി മുഖാന്തരം ഇവർക്ക് വിളിച്ചു പറയാൻ ഇടവരണം. കാൽവരിയിൽ പൂർത്തീകരിച്ചവന്റെ ശക്തി ഞങ്ങളുടെ മേലുള്ളത് കൊണ്ട് ഞങ്ങളിനിയും രോഗികളല്ല, ഞങ്ങളിനിയും തകർക്കപ്പെട്ടവരല്ല, ഞങ്ങളിനിയും ഹല്ലേലൂയ ഭീഷണിയുടെ മുമ്പിൽ തലകുനിക്കേണ്ടവരല്ല. ഹല്ലേലൂയ. മരണമേ നിന്റെ ജയം എവിടെ എന്ന് വിളിച്ചു പറയുവാൻ തക്കവണ്ണം ഓരോരുത്തരും ദൈവകൃപയുടെ വ്യാപാരം ഇറങ്ങട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. മരണശക്തികളുടെ മുമ്പിൽ ഭയക്കാത്ത, അന്യായ ബന്ധങ്ങളെ കണ്ട് പേടിച്ചോടാത്ത ഒരു ഘടം എഴുന്നേക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പാ, അങ്ങയുടെ ദിവ്യ സാന്നിധ്യമേ ജനത്തിന് മേൽ ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാൽവരിയിൽ കിടന്ന്, കാൽവരി കൊലക്കളത്തിൽ കിടന്ന് അവസാനമായി യേശു വിളിച്ചു പറയുമ്പോൾ അപൂർത്തീകരണത്തിന്റെ ശക്തി, സകലതും നിവർത്തിച്ചവന്റെ ശക്തി ഈ ജനത്തിന് മേൽ ഇറങ്ങട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗം പ്രാർത്ഥനകളെ കൈക്കൊണ്ടതിനെ ഓർത്ത് സ്തോത്രം. യേശു അപ്പയുടെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ലാസ്റ്റ് ടൈം മിനിസ്റ്റർ ദ ബ്രൈറ്റ് ചർച്ചിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയുന്നു, ദൈവം നിങ്ങൾക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമായി ഒരു ശക്തിക്കും നിൽക്കുവാൻ കഴിയത്തില്ല. ഒരിക്കലും ഞാൻ പറയുന്നു, ദൈവം നിങ്ങൾക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമായി ഒരു ശക്തിക്കും നിൽക്കുവാൻ കഴിയത്തില്ല. തിരിച്ചൊരു അകത്തുണ്ടാകട്ടെ, ശക്തീകരിക്കട്ടെ, ആ സമാധാനം കൊണ്ട് നിങ്ങൾ നിറയപ്പെടട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.